ഞാനിപ്പോൾ ഉള്ളത് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിലാണ്. ദേ കാണുന്നത് ആ വലിയ വെള്ള കളർ അടിച്ച കെട്ടിടം സെക്രട്ടേറിയറ്റ്. അതിന് തൊട്ടു മുമ്പിൽ സ്റ്റാച്ചു ആണ്. ഇവിടെ നിന്നും ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലമെന്ന് പറയുന്നത് ജനറൽ ഹോസ്പിറ്റലാണ്. അത് നമുക്ക് ഈ വഴിയാണ് കടന്നു പോകേണ്ടത്. ആ വഴി ഒന്ന് വേഗത്തിൽ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ഒന്ന് തട്ടി വീണെന്തെങ്കിലും ഒരു പരിക്കൊക്കെ പറ്റിയൊന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ ഈ വഴി അങ്ങ് കടന്നു പോവുകയാണെങ്കിൽ അവിടെ ചെന്നാൽ ഒന്നെങ്കിൽ മോർച്ചറിയിലേക്ക് കയറാം, അല്ലെങ്കിൽ സർജറി വാർഡിലേക്ക് കയറാം. അങ്ങനെയുള്ള അവസ്ഥയാണ് ഈ വഴി. നമുക്ക് ആ വഴി ഒന്ന് നടന്ന് കാണാം. സ്റ്റെഫിൻ ഉണ്ട് എൻ്റെ കൂടെ. സാധാരണ നിലയിൽ കടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ബൈക്കുകളൊക്കെ കടന്നു പോകുന്നുണ്ട്. ആ കടയുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നത് കാണാം. ആ ചങ്ങാതിക്ക് ഇനി ഇവിടേക്കൊന്ന് വരണമെങ്കിൽ ഒന്നെങ്കിൽ പൊക്കിയെടുത്ത് ഇവിടെ ആ JCBയുടെ തുമ്പിക്കൈയിൽ പൊക്കിയെടുത്ത് ഇവിടെ വെക്കണം, അല്ല എങ്കിൽ ഈ പണിയൊക്കെ കഴിഞ്ഞൊരു പാലം വിട്ടാൽ തിരിച്ചു വരാം. രാവിലെ ഈ പണി തുടങ്ങുന്നതിന് മുൻപ് കടയ്ക്കകത്തേക്ക് കയറിയതാണ് എന്ന് തോന്നുന്നു. ഇവിടെ പണി ഇപ്പോഴും ഗംഭീരമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ഏതാണ്ട് 30-ലേറെ റോഡുകളുടെ അവസ്ഥ ഈ കാണുന്നതൊക്കെയാണ്. പലയിടങ്ങളിലും കാൽനട യാത്ര പോലും വലിയ ദുസ്സഹമായ രീതിയിലാണ് ഓരോ സ്ഥലങ്ങളിലേക്ക്. ബസ് അവിടെ വരെ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ വന്നിറങ്ങിയത്. വയലിൽ കൂടെ പോകണവരൊക്കെ കഷ്ടമായി പോയി. ക്രിസ്മസിന് ഭയങ്കര ഡള്ളായിരുന്നു. പിന്നെ ഇപ്പോഴും ആരും ഇങ്ങോട്ട് ഈ റോഡിങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടേക്കുന്നതുകൊണ്ട് ആരും ഇങ്ങോട്ട് ഇറങ്ങൂല. ഇപ്പോൾ ഒരു ഷീറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കടയിലേക്ക് കയറാം, അല്ലെങ്കിൽ വലിയൊരു കാനയാണ്. ഈ വീടുകളുള്ള സ്ഥലമുണ്ട്, അവിടെയുള്ള ആളുകളും വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവർക്ക് വീടുകളിലേക്കൊക്കെ കയറാൻ പോലും പറ്റാത്ത അവസ്ഥ. സ്റ്റെഫിനെ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇത് ഓഫ് റോഡാണ് യഥാർത്ഥത്തിൽ. കാരണം അതീവ നമുക്കൊരു എന്താ പറയുന്നത്, ഹെൽമെറ്റൊക്കെ വെച്ച് വലിയ സുരക്ഷയൊക്കെ നോക്കി പോയില്ലെങ്കിൽ നമ്മളെപ്പം കുഴി വീഴുമെന്ന് ചോദിച്ചാൽ മതി. ചേട്ടാ എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചു വന്നിട്ട്? ഭയങ്കര പാടാ, കുറേ നാളായി. നമ്മൾ കഴിഞ്ഞ ദിവസം തൈക്കാട് ഒരു വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. അവരാണെങ്കിൽ എറണാകുളം വരെ പോയതായിരുന്നു വീടടച്ചിട്ട്. അവർ തിരിച്ചു വന്നത് പിറ്റേ ദിവസമാണ്. അവർ വണ്ടി വീടിനകത്തായിരുന്നു. 2 കാറുണ്ട്, 2 കാർ പോർച്ച് കിടക്കുക. ഇനി അത് ഇറക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 4 മാസമെങ്കിലും എടുക്കും. വേറൊരു നമുക്ക് പറയുമ്പോൾ പറയാം, പക്ഷെ വളരെ കഷ്ടമാണെന്ന്. അത് അവരുടെ വണ്ടി അകത്ത് കിടക്കുകയാണ്, പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ല.